ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും എങ്ങനെ യോജിപ്പിക്കാനാകും, എങ്ങനെ ഐക്യത്തിൽ നിർത്താനാകുമെന്ന് ബഹുമാനപ്പെട്ടവരുടെ ഇഖ്ലാസ് കൊണ്ട് അതാ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോലും അതാ അതിന് അനുകൂലമായി പ്രതികരിക്കുമ്പോൾ സഹോദരന്മാര് മനസ്സിലാക്കണം, മൗലവി ഇവിടെ വന്നിട്ട് സുന്നികൾ തമ്മിൽ ഭിന്നിപ്പാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എത്ര ക്ലിപ്പുകളാണ് കാണിച്ചത്. എന്നിട്ടോ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, മൗലവി നിങ്ങൾ നാദാവത്ത് വന്നതിന് മാത്രം ഞങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഒരുപാട് മനസ്സുകൊണ്ട് അടുത്തുപോയി, യോജിച്ചുപോയി എന്ന് പറഞ്ഞ് ഞാൻ കുറെ തെളിവ് പറഞ്ഞിരുന്നു. അത് മൗലവിക്ക് ഭയങ്കര വിഷമോ, സുന്നിയോട് യോജിക്കാതെ പറയുമ്പോ മൗലവിക്ക് ഭയങ്കര പ്രയാസം. എന്നാ മൗലവി നിങ്ങളെ കണ്ണിൽ നിങ്ങൾ കാണിച്ച മുഴുവൻ ക്ലിപ്പിനെയും ബാത്തിലാക്കാൻ വേണ്ടി ഞാനിനി ഒരു ക്ലിപ്പ് വെക്കുന്നുണ്ട്, നോക്കി വെച്ചോ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും കാന്തപുരം ഉസ്താദും അതാ മംഗലാപുരം പള്ളി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ഞാനതിന്റെ സമീപത്ത് ആ സമയത്തുണ്ട്, ഞാൻ ആ കമ്മിറ്റിയിൽ ഒരു മെമ്പറാണ്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളും എം എ ഉസ്താദും അതേ ശിഹാബ് തങ്ങളും അതുപോലെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സ് അതൊന്ന് കണ്ടോ മൗലവി? നിങ്ങൾക്കൊന്നുകൂടി കരികേറട്ടെ മൗലവി, ഒന്ന് വെച്ചു കൊടുക്കുമോനെ. സഹോദരന്മാരെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നാട്ടില് അതാ പൂനൂരിൽ പള്ളി ഉദ്ഘാടനം ഉസ്താദവറുകൾ തന്നെയാണ് പള്ളി ഉണ്ടാക്കുന്നത്, അതിന് സഹായം സംഘടിപ്പിക്കുന്നത്. നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഉസ്താദിന്റെ കൂടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. അവിടെ അതാ കേന്ദ്രമന്ത്രിയായ ഇ അഹമ്മദ് സാഹിബ് വന്നിട്ട് പ്രസംഗം നടത്തുന്നു. മൗലവിക്ക് ഒന്ന് അതും കൂടി കിട്ടട്ടെ, അതിനുവേണ്ടി അതും കൂടി ഒന്ന് കേട്ടോളൂ. ഇ അഹമ്മദ് സാഹിബ് ഉസ്താദിനെയും ഇരുത്തിയിട്ട് പ്രസംഗിക്കുന്നതും കൂട്ടി ഒന്ന് കണ്ടോളൂ. നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാകത്തുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ തയ്യാറാകത്തുകൊണ്ട്, നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകത്തുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ യോഗ്യമല്ല. നമ്മൾ ഇന്നും തന്നെ ഭിന്നിപ്പിന്റെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മേഖലകൾ കുറച്ചുകൊണ്ടുവരണം. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഒത്തൊരുമിച്ച് മുന്നേറ്റത്തിന്റെയും മേഖലകൾ നമ്മൾ വിശദീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സുന്നത്ത് ജമാഅത്തിന്റെ പഴയകാല നേതാക്കന്മാർ, അവരുടെ പിൻഗാമികളായി ഇപ്പോഴുള്ള ആളുകളും ഈ വസ്തുത വിസ്മരിക്കാതിരിക്കൂടാ. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആ പൗരാണിക നേതാക്കന്മാരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് സമുദായത്തിലെ ഈ പുതിയ തലമുറക്ക് ദീനിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുണ്ടാക്കിയ മദ്രസകൾ, അവരുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ, അവരുണ്ടാക്കിയ ആ കാര്യങ്ങളിൽ നിന്ന് ഖുർആനും ദീനിനെയും പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. സഹോദരന്മാര് മനസ്സിലാക്കണം, സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകള് ഐക്യത്തിലാകുന്നു എന്ന് കേട്ടാൽ മൗലവിമാർക്കൊരു ഞെട്ടല്. എന്നിട്ട് മൂപ്പര് ചേറ്റേട്ടിയിൽ വന്നിട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി നേരത്തെ ഉള്ള ഏതെങ്കിലും ക്ലിപ്പുകളൊക്കെ കൊണ്ടുവന്ന് മൂപ്പര് കാണിച്ചു നോക്കാണ്. മൗലവി ഒരു ബാത്തിലും നിലനിൽക്കൂല കേട്ടോ, ഹക്ക് മാത്രമേ നിലനിൽക്കൂ.